പാലക്കാട് ഒരു യുവാവിനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു കൊന്നു. ഇത് ചെയ്തത് സംഘപരിവാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം നറേഷൻ വരുന്നുണ്ട്. ശരിയാണോ ഈ പറയുന്ന കാര്യം? സംഘപരിവാറാണോ അത് ചെയ്തത്? അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. അതിൻ്റെ വിശദീകരണം ഞാൻ ഒരു പോസ്റ്റ് വായിച്ചുകൊണ്ട് പറയാം. അതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്. വാളയാറിൽ ഒരു നോർത്ത് ഇന്ത്യൻ തൊഴിലാളി ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് മരിച്ചു. ആൾക്കൂട്ട വിചാരണ നടത്തുന്ന ആളുകളുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രചരിച്ചതുകൊണ്ട് പ്രതികളെ വേഗം കണ്ടെത്തി. 15-ലധികം ആളുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. അതിൽ സ്ത്രീകളുമുണ്ട്. സംശയാസ്പദമായി ഒരാളെ കണ്ട് സ്ത്രീകൾ ഒച്ചവെച്ചതുകൊണ്ട് ഓടിക്കൂടിയ ആൾക്കൂട്ടമാണ് ഇയാളെ കൈകാര്യം ചെയ്തതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒരാഴ്ച മുമ്പ് അവിടെ ഒരു മോഷണം നടന്നതുകൊണ്ട് ആൾക്കൂട്ടം ഇയാളെ വേഗത്തിൽ സംശയിക്കുകയും നിയമം ലംഘിച്ച് മർദ്ദിക്കുകയും വിചാരണ നടത്തുകയും ആയിരുന്നു. ഇതിൽ ആദ്യ 5 പ്രതികളുടെ പേര് പുറത്തു വന്നതോടെയാണ് ഇത് സംഘപരിവാർ നടത്തിയ ആൾക്കൂട്ടക്കൊല എന്ന വ്യാഖ്യാനം ചമയ്ക്കപ്പെട്ടത്. പിടിക്കപ്പെട്ടവരൊക്കെ ഹിന്ദുക്കളായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രചരണം തുടങ്ങിയത്. തുടർന്ന് പാണക്കാട് തങ്ങൾ മുതൽ സകല ആളുകളും ഇത് മുതലെടുത്ത് BJP RSS ചേരുവകൾ ചേർത്ത് വിഷം ചീറ്റാൻ തുടങ്ങി. മരണപ്പെട്ട ആളിനോട് സ്നേഹമോ അയാളുടെ കുടുംബത്തോടുള്ള അനുതാപമോ അല്ല, പകരം സംഘപരിവാറിനെതിരെ വീണ് കിട്ടിയ അവസരം മുതലെടുക്കാനുള്ള വ്യഗ്രത മാത്രമായിരുന്നു ഇതിന് പിന്നിൽ. പിടിക്കപ്പെട്ട ആളുകൾ ആരും തന്നെ BJP പ്രവർത്തകർ, RSS പ്രവർത്തകർ ആയിരുന്നില്ല എന്നതാണ് വാസ്തവം. അവർ ആരും തന്നെ ഏതെങ്കിലും പ്രാദേശിക ഘടകത്തിൽ പോലും അംഗത്വമുള്ളവരോ പ്രവർത്തകരോ അല്ല. യഥാർത്ഥത്തിൽ അവർ ഏത് പാർട്ടിക്കാരായിരുന്നു എന്നുള്ളത് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. സംഭവം നടന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ്. അവിടെ 3-2 ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നത് ഇടതുപക്ഷമാണ്. 17 സീറ്റ്. തൊട്ടു പിന്നിലുള്ളത് UDF ആണ്. അപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന BJPക്ക് അവിടെ ഒരു സീറ്റ് മാത്രമാണ് ഉള്ളത് എന്നുള്ളത്. ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവിടെ പ്രതികളായി ചേർക്കപ്പെട്ടവരുടെ പേരുകൾ ചേർത്ത് ആരോപണം ഉന്നയിക്കുന്നത് സംഘപരിവാറിനെതിരെ. അതും പ്രവർത്തനം കൊണ്ടും പ്രാതിനിധ്യം കൊണ്ടും BJPക്കാർ വളരെ ദുർബലമായിരിക്കുന്നിടത്ത്. ഉത്തരേന്ത്യയിൽ ഏത് മൂലയ്ക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെക്കുന്ന ആളുകൾക്ക് ഇവിടെ ഒരു വിഷയമുണ്ടായപ്പോൾ അത് സ്ഥലം MP MLA എന്ന് ഒക്കെ ആയ കോൺഗ്രസ്സുകാർക്കും ഉത്തരവാദിത്തമില്ല. പഞ്ചായത്ത് മുതൽ സംസ്ഥാനം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും ഉത്തരവാദിത്തമില്ല. എല്ലാം BJPയുടെ തലയിൽ, അതും ഒരു അടിസ്ഥാനമില്ലാതെ. എന്തായാലും വീഡിയോ പരിശോധിച്ച് മുഴുവൻ പ്രതികളുടെയും പേര് പോലീസ് പുറത്തുവിടട്ടെ. ഇവർക്ക് വക്കാലത്ത് നിൽക്കുന്നത് ആരാണ് എന്നും ഇവരെ സംരക്ഷിക്കാൻ വരുന്നത് ആരാണെന്നും ജനം തിരിച്ചറിയട്ടെ. പാലക്കാട് കൊല്ലപ്പെട്ട രാമനാരായണൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ BJP തയ്യാറാവണം. BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെട്ട് സഹായങ്ങളൊക്കെ ചെയ്യണം. ഒപ്പം കുറ്റവാളികളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിശക്തമായി പ്രതിരോധിക്കുകയും വേണം. കമ്മ്യൂണിസ്റ്റ് കാപാലികരുടെ ഉരുക്കു കോട്ടയിൽ നടന്ന ഒരു കൊലപാതകം അങ്ങനെ BJPയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ഒരുത്തനെയും അനുവദിക്കരുത്. ഹിന്ദു പേരുകളുള്ളവരെല്ലാം സംഘപരിവാർ ആണ് എന്ന ജമാഅത്തെ സുഡാപ്പി ന്യായീകരണത്തെ സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടുകയും വേണം. ബംഗ്ലാദേശിൽ ഒരു ന്യൂനപക്ഷ ഹിന്ദു യുവാവിനെ പ്രവാചകൻ നിന്ന് നടത്തിയെന്ന വ്യാജ ആരോപണം ചമച്ച് തല്ലി അവശനാക്കുകയും നഗ്നനാക്കി കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുകയും അതിന് ചുറ്റും കൂടി നിന്ന് തക്ബീർ വിളിക്കുകയും പ്രസ്തുത വീഡിയോ സമൂഹ മാധ്യമങ്ങൾ കൂടി പങ്കുവച്ച് കേരളത്തിൽ ഉൾപ്പെടെ ലോകം മുഴുവനുള്ള ജമാഅത്തെ അനുഭാവികൾക്ക് അഭിമാനം തോന്നാൻ അവസരമുണ്ടാക്കുകയും ചെയ്ത ഒരു വാർത്ത കാട്ടുതീ പോലെ പ്രചരിച്ച ഒരു സമയമാണ്. പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നടന്ന ആൾക്കൂട്ട ആക്രമണത്തെ സമർത്ഥമായി സംഘപരിവാറിൻ്റെ തലയിലിട്ട് ഇവർ ആഘോഷിച്ചതും ജമാഅത്തേക്കാരുടെ ബംഗ്ലാദേശ് പൈശാചികതയെ പ്രതിരോധിച്ചതും ഒരേ സമയം നടന്നതാണ്. അതുകൊണ്ട് ഒന്നും മറക്കരുത്, തെല്ലും വിട്ടുവീഴ്ച ചെയ്യരുത്. പാലക്കാട്ടെ പ്രതികളെ ഒക്കെയും പിടിക്കും വരെയും പോരാടണം. ജമാഅത്തെ ഇസ്ലാമി എന്ന രാക്ഷസീയ കൂട്ടം ബംഗ്ലാദേശിൽ നടത്തുന്ന നരനായാട്ടിനെതിരെ പ്രതിഷേധിക്കുകയും വേണം. ഷെരീഫ് ഉസ്മാൻ ആദി എന്ന ബംഗ്ലാദേശ് തീവ്രവാദിയും മുസ്ലിം സ്വത്വവാദിയുമായ ഒരാൾ അവിടെ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ബംഗ്ലാദേശ് പൗരനും നിരപരാധിയുമായ ദീപുദാസ് എന്ന ഹൈന്ദവ യുവാവിനെ പച്ചക്കിട്ട് കത്തിച്ച് ആത്മരതി നേടുകയായിരുന്നു അവർ എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുക തന്നെ വേണം. ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. എന്തായാലും ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്ന പുതുശ്ശേരി എന്ന് പറയുന്ന പഞ്ചായത്ത് CPMൻ്റെ കോട്ടയാണ്, പാലക്കാടാണ്. അവിടുത്തെ MLAയും MPയും കോൺഗ്രസ്സുകാരാണ്. അവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. എന്നിട്ട് അവിടെ ബഹുഭൂരിപക്ഷം പേരും ഉള്ളത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ്. എന്നിട്ട് അത് കൊണ്ടുവന്ന് നൈസായിട്ട് തലയിൽ വെച്ച് കൊടുത്തത് BJP RSS. എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇവരാരും തന്നെ ഒരു പ്രതിയും ഈ പറയുന്ന BJP RSS ബന്ധമുള്ളവരല്ല. അതല്ല എന്നിരിക്കെ BJPയുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുകയാണ്. അന്വേഷിക്കണം ഇവർ ആരാണ്,
ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ് അത് അന്വേഷിച്ചിട്ട് അത് പുറത്തു കൊണ്ടുവരികയാണ്. BJP വ്യക്തമാക്കി കഴിഞ്ഞു, BJP-ക്കാരല്ല ഇവരാരും തന്നെ BJP-യിലോ RSS-ലോ സംഘപരിവാറിൻ്റെ ഏതെങ്കിലും സംഘടനയിലോ പ്രവർത്തിക്കുന്നവരല്ല. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇത് ഹിന്ദു നാമധാരികളായതുകൊണ്ട് സംഘപരിവാർ എന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലാൻ നല്ല എളുപ്പമാണല്ലോ, പെട്ടെന്ന് നടക്കുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഹിന്ദുക്കളാണ് കൊന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് സംഘപരിവാറുകാരാണ്. സംഘപരിവാറുമായിട്ട് ബന്ധമില്ല. ഓർമ്മയില്ലേ വയനാട് മധു, അട്ടപ്പാടിയിലെ മധുവിനെ കൊന്നത് ഏതാണ്ട് എല്ലാ മുസ്ലിം നാമധാരികളായിരുന്നില്ലേ? അവർക്ക് CPM പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ലല്ലോ, ഒന്നും നടന്നില്ല. അവരുടെ പേരുകൾ അപ്പോൾ ആരും പറഞ്ഞില്ല ഇത് എന്താണ് SDPI-ക്കാരാണ് ഇല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് കൊന്നത്. മധുവിനെ കൊന്ന മധു എന്ന് പറയുന്നത് ഒരു ഹിന്ദുവും കൂടെയായിരുന്നു. മധുവിനെ കൊന്നത് ഈ പറയുന്ന മുസ്ലിങ്ങളാണ്, ജിഹാദികളാണ്, തീവ്രവാദികളാണ് എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അത് മധുവിനെ കൊന്നത് കേരളം അപ്പാടെ ഏറ്റെടുക്കുകയും അതിൽ പശ്ചാത്തപിക്കുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നിൽ മധുവിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ വേറെയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ ഒരു കൊലപാതകം ഉണ്ടായി, ആൾക്കൂട്ട മർദ്ദനത്തിൽ ഒരാൾ മരിച്ചു, കള്ളനെന്ന് സംശയിച്ച് അടിച്ചതാണ്. അപ്പോൾ അയാളെ കൊല്ലപ്പെട്ടപ്പോൾ അത് കൊണ്ടുവന്ന് നേരെ RSS-ന്റെ തലയിൽ വെക്കുകയാണ്, സംഘപരിവാറിന്റെ തലയിൽ വെക്കുകയാണ്. എന്തൊരു എളുപ്പമാണ്. കൃത്യമായിട്ട് ഇപ്പോൾ വായിച്ച പോസ്റ്റിൽ പറയുന്നുണ്ട്. എപ്പോഴാണ് ബംഗ്ലാദേശിൽ ഇത്തരത്തിലൊരു സംഭവം ഹിന്ദു യുവാവിനെതിരെ നടന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇവരാരും ഇത്തരത്തിൽ പ്രതികരിക്കുന്നൊന്നുമില്ല, അതിനെക്കുറിച്ച് അവർക്ക് വേദനയില്ല. പക്ഷെ അവിടെ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചെങ്കിൽ ഇവിടെ മെഴുകുതിരി കത്തിക്കുകയായിരുന്നു. ഗാസയിലായിരുന്നെങ്കിൽ, ഗാസയിൽ എന്തെങ്കിലും നടക്കുന്നെങ്കിൽ ഇവിടെ എന്താണ് വിങ്ങിപ്പൊട്ടി പുച്ഛം തോന്നി. ഈ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പേരുകൾ വായിക്കുന്ന അല്ല, ആ വിങ്ങിപ്പൊട്ടി വായിച്ച പേരുകളെല്ലാം തന്നെ ജീവിച്ചിരിക്കുന്നവരുടേതാണ് എന്നുള്ള വാർത്തകളും വന്നു. ഇങ്ങനെ കുറേ നാടകം കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ ഒരിക്കൽ പോലും ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളുടെ പേരുകൾ ഒരിക്കലും വായിച്ചിട്ടില്ല. എന്തിനേറെ പോട്ടെ, മുസ്ലിങ്ങളോടാണല്ലോ സ്നേഹം. പാകിസ്ഥാനിൽ അഹമ്മദീയർ വേട്ടയാടപ്പെടുകയാണല്ലോ നിരന്തരം. അവരുടെ പേര് ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലല്ലോ, വായിക്കുകയില്ല അവർ. പക്ഷേ ഇവിടെ നടന്ന അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം സംഘപരിവാറിൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് മൗദൂദി ചാനലൊക്കെ ഇരുന്ന് ചർച്ചയാണ്, മീഡിയ മുക്കാലിരുന്ന് ചർച്ച നടത്തുക. വിഷയം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അതെ. അപ്പോൾ ഈ അവരുടെ വിഷയം എന്ന് പറയുന്നത് എപ്പോഴും ഹൈന്ദവ വിരുദ്ധവും സംഘപരിവാർ വിരുദ്ധവും ഇന്ത്യ വിരുദ്ധവുമായിട്ടുള്ള നിലപാടെടുക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ ലക്ഷ്യം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അടുപ്പ് കൂട്ടിയിരുന്നിട്ട് മൂന്നും കൂടെ എന്താണ് കുത്തിയിരുന്ന് ചർച്ച നടത്തുന്നത് എന്താണ് കൃത്യമായി പറയുന്ന അതിൻ്റെ അകത്ത് എടുക്കുന്ന ഒരു വിഷയം പോലും എന്താ പറയുക, ലോക വിഷയങ്ങൾ എടുക്കുന്നത് പോലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും തീർത്തും പക്ഷപാതപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. എന്നിട്ട് ഇപ്പുറത്തുള്ളവരെ കുറ്റം പറയുകയും ചെയ്യും. അതെ, അതാണ് അവരുടെ അജണ്ട. അതാണ് ആ അജണ്ടയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ട് നടന്നത് ആരാണെന്നുള്ളത് കൃത്യമായി അന്വേഷിച്ചറിയാൻ പറ്റും. തല്ലിക്കൊന്നവർ ആരാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെന്നുള്ളത് കൃത്യമായി അറിയാൻ പറ്റും. അവിടെ CPM-ന്റെ കോട്ടയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. എന്നിട്ടും ഈ കൊലപാതകം നടത്തിയത്, അടിച്ചു കൊന്നത് RSS-കാരാണ് എന്ന് പറയാനായിട്ടുള്ള ബുദ്ധി, അത് പറയുന്നുണ്ട്, പോസ്റ്റ് പറയുന്നുണ്ട്. പാണക്കാട് തങ്ങൾ മുതൽ ഇങ്ങറ്റത്ത് വരെയുള്ള സകല എണ്ണവും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു ഹിന്ദുവിന് ഇപ്പോൾ ഇല്ലാത്ത കഥയാണ് കൊണ്ടുവയ്ക്കുന്നത്. ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവന്മാർ ബാക്കി വെച്ചേക്കൂ, കലാപം നടത്തി കൊന്നുകളയുമായിരിക്കും. അത്രയേറെ ഭീകരതയാണ് ഇവരുടെ മനസ്സിൽ കിടക്കുന്നത്. ഹിന്ദുവിനെ എങ്ങനെയും ആക്രമിക്കാനുള്ള ഒരു ചാൻസ് നോക്കി തക്കം പാർത്ത് നടക്കുക ഹിന്ദുവിനെ ഒന്ന് ആക്രമിക്കാനായിട്ട്. ആ സംഘപരിവാറിനെ ആക്രമിക്കുന്നതെന്ന പേരിലായാലും മതി അവർക്ക്. ഹിന്ദുവിനെ ഒന്ന് അടിക്കാൻ കിട്ടിയാൽ, അവസരം കിട്ടിയാൽ അവനെ അടിച്ച് കൊല്ലണമെന്നുള്ള ഒരു നിലപാട് ഇവിടെ എടുത്തിരിക്കുന്നു. ഹിന്ദുവിനെ ആക്രമിക്കാൻ നേരിട്ട് പറ്റാത്തത് കൊണ്ടാണ്, ഹിന്ദുവിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂട്ടുനിൽക്കുകയുള്ളവന്മാരെല്ലാം. ഇപ്പോ പ്രിയം ശ്രദ്ധിച്ചില്ലേ, ഇത്തവണ UDF എങ്ങനെയാണ് ജയിച്ചത്? അതെ, സകല ഇത്തരത്തിലുള്ള പാർട്ടികളുടെയും പിന്തുണ ഇക്കുറി ഇട്ടിരിക്കുന്ന UDF-നാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും എല്ലാത്തിന്റെയും പിന്തുണയോടുകൂടി കയറി വന്ന തീവ്രവാദ പാർട്ടികളുടെ വിഷയത്തില് ഒന്നും UDF പറയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇവിടെ CPM എടുക്കുന്ന നിലപാട് അതാണ്. CPM-ന് ഇരട്ടത്താപ്പം കൂടെ ഉണ്ടല്ലോ. ഒരേ സമയം ഈ പറയുന്ന അയ്യപ്പ സംഗമം എന്ന് പറയുകയും ചെയ്യും, അതേസമയം അയ്യപ്പന്റെ സ്വർണം കക്കുകയും ചെയ്യും. എന്നാൽ ഈ പറയുന്ന ഇസ്ലാമിക പ്രകടനം നടത്തി കഫിയ പുതച്ച് നടക്കുകയും ചെയ്യും. ഇവർക്ക് ഹിന്ദു എന്ന് പറയുന്നതിനോടൊപ്പം നിൽക്കുന്നതിന്റെ ഏക കാരണം വോട്ട് കയ്യിൽ നിന്ന് പോകരുത് എന്നുള്ളത് മാത്രമാണ്. ബാക്കി അല്ലാത്ത ഒരു തരത്തിലുള്ള ഹിന്ദുവിനോട് ഒരു ആത്മാർത്ഥതയോ സ്നേഹമോ പുലർത്താത്തവരാണ് ഇവർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും. പാലക്കാട്ടെ സംഭവം വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. ഈ പറയുന്ന ആൾക്കൂട്ടക്കൊല നടത്തിയിരിക്കുന്നു. ആൾക്കൂട്ടക്കൊലയുടെ
ഉത്തരവാദിത്തം കൊണ്ട് സംഘപരിവാറിൻ്റെ തലയിൽ വെച്ചിരിക്കുന്നു. അത് സംഘപരിവാറുകാരല്ല എന്ന് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടും അത് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ പുറത്തു വരാതെ, ഇല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടകങ്ങളെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കഴിയുന്നവർ ജോയിനും ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഇന്ത്യ ലൈവിൻ്റെ ഊർജം. മറ്റുള്ളവർ പറയാത്ത യഥാർത്ഥ സത്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യ ലൈവ് എന്നും നിങ്ങളുടെ ചാനലായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെല്ലാവരും ഈ പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.